സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ വിവാദ പ്രസ്താവന ചർച്ചയാകുന്നതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച നടിയും നർത്തകിയുമായ ആശ ശരത് താൻ കഴിഞ്ഞ വർഷം കലോത്സവത്തിന് നൃത്തരൂപം ചിട്ടപ്പെടുത്താൻ ₹1 പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും ആശ ശരത് വ്യക്തമാക്കി. വലിയ അഭിമാനത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതെന്നും ആശ ശരത് പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം പുകയുന്നതിനിടെയാണ് ആശ ശരത് പ്രതികരണവുമായി രംഗത്ത് വന്നത്. പ്രതിഫലമായി ₹1 പോലും വാങ്ങിയിട്ടില്ല. ദുബായിൽ നിന്നും സ്വന്തം ചെലവിലാണ് നാട്ടിലേക്ക് വന്നത്. കുട്ടികൾക്കൊപ്പം വേദി പങ്കിടുന്നത് തന്നെ അഭിമാനകരവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്നും ആശ ശരത് ചൂണ്ടിക്കാട്ടി. കലാകാരന്മാരോടും കലാകാരികളോടും സ്വപ്നവേദിയാണ് കലോത്സവം. പുതിയ തലമുറയ്ക്കൊപ്പം അത്തരമൊരു വേദി ലഭിക്കുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് ക്ഷണം സ്വീകരിച്ചത്. പണം വാങ്ങേണ്ടത് സ്വയം എടുത്ത തീരുമാനമായിരുന്നു. ഒരു ഡിമാൻഡുമില്ലെന്നും താൻ അങ്ങോട്ട് അറിയിക്കുകയാണെന്നും ആശ ശരത് പറഞ്ഞു. പ്രതിഫലം വാങ്ങണോ വേണ്ടോ എന്ന് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെന്നും നടി പ്രതികരിച്ചു. വിവാദത്തിൽ ഉൾപ്പെട്ട നടി ആരാണെന്ന് എന്താണെന്ന് സംഭവിച്ചതെന്നും തനിക്കറിയില്ല. പ്രതിഫലം വാങ്ങണോ എന്ന് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വാങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം മറ്റൊരാൾ വാങ്ങരുതെന്ന് പറയാനാകില്ലെന്നും ആശ ശരത് വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ കലാരംഗത്ത് നിന്നും കൂടുതൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കേവലം 10 മിനിറ്റ് നേരത്തേക്ക് 5 ലക്ഷം ആവശ്യപ്പെട്ടത് കൂടുതലാണെന്നാണ് നർത്തകൻ RLV രാമകൃഷ്ണൻ വിവാദത്തോട് പ്രതികരിച്ചത്. എങ്കിലും കലോത്സവത്തോട് സാധാരണഗതിയിൽ ചെലവാക്കുന്ന തുകയും അവതരണ ഗാനത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തുന്ന നൃത്തത്തിനു വേണ്ടിയുള്ള ചെലവും വ്യത്യാസമുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിൽ വ്യത്യസ്തകരമായ നിലപാടുമായി വന്നവരിൽ രചന നാരായണൻകുട്ടിയായിരുന്നു. പ്രൊഫഷണലായിട്ടാണ് അവരെ വിളിച്ചതെങ്കിൽ അവർ ആവശ്യപ്പെട്ട പണം നൽകേണ്ടതാണെന്നും രചന അഭിപ്രായപ്പെട്ടു. അവർക്ക് കഴിവുള്ളത് കൊണ്ടല്ലേ അവരെ തന്നെ വിളിച്ചതെന്നും പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കണമെന്നും രചന ആവശ്യപ്പെട്ടു. അതേസമയം വിഷയം ചർച്ചയാകുന്നതിനിടെ പ്രസ്താവന പിൻവലിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരിക്കുകയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന കലോത്സവത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള വിവാദങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.